ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഒരു സൺഡേ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് കണ്ടാലോ. ഇത് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഞങ്ങൾ നേരെ കണ്ണൂർ ടൗണിലേക്കാണ് പോയത്. ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഏതെങ്കിലും ഹോട്ടൽ തപ്പി ഇറങ്ങിയതാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാ കടകളും ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ അവസാനം ഓടി ഓടി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. ഹോട്ടൽ ഗാർഡനിലേക്കാണ് വന്നത്. ഈ കാണുന്നത് അയലക്കറിയാണ്. അയലയും പൊറോട്ടയായിരുന്നു ഓർഡർ ചെയ്തത്. ആദ്യം വന്നത് അയലക്കറി. അങ്ങനെ പൊറോട്ടയ്ക്ക് വേണ്ടി കുറേ നേരം പോസ്റ്റായി. പൊറോട്ട ലേറ്റ് ആയപ്പോൾ ഒരാൾ മൊബൈൽ കുത്താൻ തുടങ്ങി. ഞാനിതാ ക്യാമറയും നോക്കിയിരുന്നു. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനിടയിൽ പൊറോട്ടയും വന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു ആമ്പൽക്കുളമാണെന്ന്. ഇത് ആമ്പൽക്കുളമൊന്നല്ല, ഇത് കക്കാട് പുഴയാണ്. ഇപ്പം ഇത് പുഴയാണെന്നൊന്നും പറയാൻ പറ്റൂല. പണ്ട് ഈ പുഴയിലൂടെ പറശ്ശിനിക്കടവിലേക്ക് തോണി കടത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പഴയ ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട്. ഞാൻ ഈ പുഴ ഇതുപോലെ തന്നെയാണ് കണ്ടത്. ഇതിൻ്റെ മറ്റേ ഭാഗം മണ്ണിട്ട് നശിപ്പിച്ചിട്ട് ബിൽഡിങ്ങുകളൊക്കെ വന്നു. പിന്നെ കോഴികളും മറ്റുമൊക്കെ ഇട്ട് ഈ വെള്ളം ആകെ മലിനമായി കിടക്കുവാണ്. ആ ഒരു സൈഡിൽ നിന്നാണ് ഈ പുഴ വരുന്നത്. അത് ഇങ്ങനെ പോയി അവിടെ റോഡ് വന്നിട്ടുണ്ട്. നടുവിൽ കൂടിയാണ് റോഡ് വന്നേക്കുന്നത്. അതിന് ചെറുതായിട്ടൊരു ഹോളാണ് കൊടുത്തേക്കുന്നത്. വലിയ പാലൊന്നും പണിതിട്ടില്ല, ചെറിയൊരു ഹോള്. അപ്പോൾ അതിൽ കൂടി കഴിയാവുന്ന വെള്ളം അപ്പുറത്തേക്ക് പോകും. അതിനപ്പുറത്ത് വന്ന ബിൽഡിങ്ങുകളാണത്. ആ ഒരു ഭാഗത്തു നിന്നാണ് ഈ പുഴ വരുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലും റോഡ് വന്നതുകൊണ്ട് നടുക്ക് ഇതേപോലെ ചെയ്ത് വെച്ചേക്കുവാണ്. അതുകൊണ്ട് അവിടെയും ബ്ലോക്കായി. അതിനപ്പുറത്താണ് പിന്നെ ഒഴുക്കുള്ളത്. ഇത് അപ്പുറത്തുനിന്ന് കണ്ട ആ റോഡിൻ്റെ സൈഡാണ്. ഇതിനപ്പുറത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണാം. ആ ബിൽഡിങ്ങൊക്കെ വന്നത് കാരണം അവിടെ സ്റ്റക്കായി നിൽക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ കളകളൊക്കെ വന്നിട്ട് അവിടെ നിറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ഫിഷ് മാർക്കറ്റും കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ മനുഷ്യരുടെ ഇടപെടൽ കാരണം ഒരു പുഴ എന്നേക്കുമായി നശിച്ച അവസ്ഥയാണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ മേലച്ചോയിലേക്കാണ് പോയത്, വണ്ടി വാട്ടർ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴി ഫ്യൂവൽ അടിക്കാൻ വേണ്ടി പമ്പിൽ കയറി. അങ്ങനെ ഞങ്ങൾ വാട്ടർ സർവീസ് ചെയ്യുന്ന സ്ഥലത്തെത്തി. ഞങ്ങൾ മേലചൊവ്വയിലുള്ള ALN ഓട്ടോ സ്പായിലേക്കാണ് വന്നത്.
അടുത്തത് ഞങ്ങളുടെ വണ്ടിയുടെ ഊഴാണ്. അത് ക്ലീനിങ്ങിനായിട്ട് എടുത്തു. നല്ല പൊടി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ സർവീസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ അകത്തൊക്കെ വാക്വം ക്ലീനർ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അകമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവർ വാട്ടർ സർവീസിനായിട്ട് എടുക്കുകയാണ്. ഇത് വെള്ളം അടിച്ച് വണ്ടിയുടെ അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്യും. ഇനി അപ്പുറത്തേക്ക് ബോഡി വാഷിന് വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട്. പിന്നെ മാറ്റൊക്കെ കഴുകി വെയിലത്ത് ഉണക്കാൻ ഇടുന്നതാണ് ഈ കാണുന്നത്. അതിനിടയ്ക്ക് അവിടെ ഒരു റൂബിക്കോൺ ജീപ്പ് വന്നു. വണ്ടിപ്രാന്ത് ഇച്ചിരി കൂടുതലായതുകൊണ്ട് തന്നെ ആ ഒരു വണ്ടിയുടെ വീഡിയോ ഞാൻ എടുത്തു. നമ്മുടെ വണ്ടീൻ്റെ ക്ലീനിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെള്ളടിയൊക്കെ കഴിഞ്ഞ് സോപ്പിട്ട് പതപ്പിച്ചു വെച്ചു. ഞങ്ങളിതിൻ്റെ പുറകെ ആയതുകൊണ്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. വിശന്ന് പണ്ടാരടങ്ങിയപ്പോൾ ഞങ്ങൾ 2 ഷെയ്ക്ക് അടിച്ചു. ഞങ്ങൾ ഷെയ്ക്ക് അടിച്ച് വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വണ്ടിയുടെ വാഷിങ്ങൊക്കെ കഴിഞ്ഞായിരുന്നു. എല്ലാവരും കൂടി തുടക്കിയായിരുന്നു. പിന്നെ വെയിലത്ത് ഉണങ്ങാനും ഇട്ടു. വാഷിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ആള് മുടുക്കനായില്ലേ, ഒന്ന് നോക്കിക്കേ.
പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോയത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. ഇത് കണ്ട് സന്തോഷ് ഷവർ ജെല്ലിന്റെ പരസ്യമാണ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി വീട്ടിലേക്കാണ്. ഞങ്ങൾ ഒരു 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തിയേറ്ററിലേക്ക് വിട്ടു. 7:45 ഷോ. ഞങ്ങൾ തിയേറ്ററിലേക്ക് എത്തി. സവിത തിയേറ്ററിലാണ് പോയത്. തിയേറ്ററിലേക്ക് നേരത്തെ എത്തിയത് കാരണം ഞങ്ങൾ പോസ്റ്റായി. പിന്നെ പോപ്കോണും വാങ്ങി തിയേറ്ററിനകത്തേക്ക് കയറി. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്വർഗ്ഗമായിരുന്നു ഞങ്ങൾ കണ്ട ഫിലിം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.